നമ്മളിന്ന് വളാഞ്ചേരി പോയപ്പോൾ കുറച്ച് നെല്ലിക്ക മാങ്ങയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ചാറുണ്ടാക്കാനും ഉപ്പിലിടാനും വേണ്ടിയിട്ട്. അപ്പം മാങ്ങ നമ്മൾ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് അച്ചാറുണ്ടാക്കണ ആ ഒരു മാങ്ങച്ചാറാണ് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ പഴകിയ മാങ്ങച്ചാറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നാരങ്ങച്ചാറൊക്കെ ഇരുന്ന് പഴകിനോടത്തോളം നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അപ്പോൾ വേണ്ടിയിട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ഇതാ നുറുക്കി കുനുകുനാന്നെ നുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെനച്ചതായിരുന്നു. ചെനച്ച മാങ്ങ അച്ചാറിടുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇതാ കുനുകുനാന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു അച്ചാർ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ അച്ചാർ മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അതിനകത്ത് തന്നെ നീരിറങ്ങി വന്നോളൂ. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഒരു വെള്ളം കാര്യങ്ങളൊക്കെ അതിലേക്ക് തന്നെ ചേർന്ന് വന്നോളൂ കേട്ടോ. പിന്നെ ചട്ടി വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണ വെളിച്ചെണ്ണ സമാസമം ചേർത്തിട്ട് കടുക് പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടെ പൊട്ടി വരുമ്പോഴേ നമ്മുടെ മാങ്ങയിലേക്ക് അച്ചാറിലേക്ക് അങ്ങടാണോ കടുക് വറുത്ത് പൊട്ടിച്ച് ഒഴിക്കേണ്ടത്, ഇങ്ങോട്ടേക്ക് അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു മാങ്ങ വെന്ത് പോയതിൻ്റെ ടേസ്റ്റ് പോയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും ആ ഒരു പൊടിയിൽ പച്ചമണമൊക്കെ ആ തിളച്ച എണ്ണയിൽ കിടന്നിട്ട് തന്നെ അങ്ങോട്ട് മൂത്ത് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങാച്ചാർ അതാ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതാ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തേണ് ചൂരക്കറി സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാവും കേട്ടോ. മാങ്ങച്ചാറ്, ചീരത്തോരൻ, മീൻ വറുത്തത്, മീൻ മുളക് ഇട്ടത്, പപ്പടം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഓടി വാങ്ങാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടിയാൽ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.